ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ നമ്മൾ വാഗമൺക്ക് പോകാനുള്ള ഇതാട്ടോ. അങ്ങനെ നമ്മൾ ലഗേജൊക്കെ വണ്ടിയിൽ സേഫ് ചെയ്താട്ടോ കൊണ്ടെല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട്. മോളെങ്ങനെയോ ഉറക്കത്തിൽ റെഡിയാക്കി, നല്ല ഉറക്കാട്ടോ. ആ ഒരു സമയത്തൊക്കെ ഉറങ്ങുമായിരിക്കും. ഏകദേശം സമയം 9 കാലൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങളിതെല്ലാം പാക്ക് ചെയ്ത് വീട്ടിൽ നിന്ന് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇവിടുന്ന് വിട്ടു കൊടുക്കുകയാണ് ഗൈസ്. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ലഗേജ് ഞങ്ങൾക്ക് കുറച്ച് കൂടുതലുണ്ടാവും കേട്ടോ. എക്സ്പെഷ്യലി എനിക്ക് കുറച്ച് കൂടുതലുണ്ടാവും. മോൾക്ക് വേറെ, എനിക്ക് വേറെ, സെഫീന് വേറെ, അങ്ങനെ മൂന്നായിട്ടായിട്ട് ഞങ്ങൾ ബാക്കാക്കി. അങ്ങനെ ഞങ്ങൾ നേരെ പമ്പിൽ ചെന്നു. അന്ന് പെട്രോളൊക്കെ അടിച്ച് ഞങ്ങൾ നേരെ വിട്ടു കൊടുക്കാം കേട്ടോ. മോളിതേ ഉണർന്ന ആളിതേ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ ഗൈസ്. എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു വൈബിലാണ് ആളിരിക്കുന്നത്. ഐ മീൻ എന്താണ് ക്യാമറയൊക്കെ തൂക്കി പിടിച്ചിട്ട് തല എന്താണ് കാട്ടുന്നത് എന്നുള്ളൊക്കെ രീതിയിലാണ് നോക്കുന്നത്. ആളെന്തായാലും അവിടെ സൈഡായിട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളിത് എന്തൊക്കെയോ സംസാരിച്ച് വണ്ടി ഓടിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് ഞങ്ങളുടെ ഇതിൽ കുറച്ച് നേരത്തെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വണ്ടി വിട്ടുകൊടുത്തേ. ഇവിടുന്ന് ഞങ്ങൾക്ക് ഒരുപാട് യാത്ര ഇല്ല, കുറച്ച് ഹവേഴ്സ് ഇരിക്കേണ്ട ആവശ്യമുള്ളൂ വണ്ടിയിൽ. അപ്പം രാവിലെ ഞങ്ങൾ ഇറങ്ങിയത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് എന്തായാലും നല്ല ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കടയും തപ്പി ഞങ്ങളുടെ ആ ലൊക്കേഷൻ നോക്കി കേട്ടോ പോകുന്നത്. അവൾ നല്ല ഉറക്കിറങ്ങിട്ടോ. അങ്ങനെ ഞങ്ങളിത് നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈരാട്ടുപേട്ട പാലാ വഴിയാട്ടോ ഞങ്ങൾ പോകുന്നത്. ആ വഴി കൂടെ പോകാൻ നല്ല രസമാണ്, നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഞങ്ങളിങ്ങനെ ഗൈസ് ഫുഡിൻ്റെ ലൊക്കേഷനിലേക്ക് പോകാം. എവിടെയെങ്കിലും കിട്ടിയാൽ മതി എന്ന് നോക്കിയിരിക്കണം. നമുക്ക് രാവിലെ എന്തെങ്കിലും ലേറ്റായിട്ട് കഴിക്കാന്നുള്ള മൈൻഡായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഹോട്ടലിൽ ഞങ്ങൾ വണ്ടി എത്തി. ഞാൻ നെയ്റോസ്റ്റ് ആട്ടോ കഴിച്ചത്. അങ്ങനെ ഞങ്ങളിത് വാഗമൺ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനിയും എത്താറുണ്ട്, ഇതാവാനുണ്ട്. അപ്പം ഞങ്ങൾ അതിനിടയിൽ കഴിച്ച് ഇറക്കി പാലൊക്കെ കൊടുത്തത്. ആളിങ്ങനെ ഒരു മയക്കത്തിലാണ്, വീണ്ടും മയക്കത്തിൽ, പിന്നെയും മയക്കത്തിലാണ് യാരാ സെഫിദ വണ്ടി ഓടിക്കുന്നത് ഗൈസ്. ഞങ്ങൾ ഒരുപാട് ഞാൻ ലാഗ് ആക്കിയിട്ട് എന്തായാലും ഓവറായിട്ട് നീട്ടി വീട്ടെടുക്കുന്നില്ല, ജസ്റ്റ് ആയിട്ട് വീട്ടെടുക്കുന്നുള്ളൂ ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഞങ്ങളിതേ മോള് ബാക്കിൽ റൗണ്ട് ബെഡ് സെറ്റാക്കി. അപ്പോൾ ഞങ്ങളിതേ വാഗമൺ എത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ നേരെ റൂമിലിട്ട് പോണേ. അപ്പോൾ ചോദിക്കും കൊച്ചെടുതല്ലേ, കൊച്ചു ഏറ്റവും ബാക്കിലാണ് ഗൈസ്. അവിടെ റൗണ്ട് ബെഡ് സെറ്റ് ചെയ്തിട്ട് സീറ്റ് താത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ അതിനകത്ത് ജസ്റ്റ് അവളെ കടത്തിന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരം ഇപ്പം എടുത്തിട്ടുള്ളൂ. അപ്പോൾ അവൾ അവിടെ നിന്ന് കുറച്ച് നേരം കളിച്ച് കിടക്കുകയാണ്. അങ്ങനെ അത് ഞങ്ങളിപ്പോൾ റൂം എത്താറായി. 10-15 മിനിറ്റോടെ ഞങ്ങൾ റൂമിലെത്തും. സോ ഇനി അത് കഴിഞ്ഞ് അവിടെ കണ്ടിട്ട് വിശേഷം കാണാം. ഓക്കെ ബൈ. അതെ, അവിടെ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. ഐ മീൻ കിടന്നുറങ്ങുന്നില്ല, അവിടെ കിടക്കുന്നു. ചുറ്റി തലയിറങ്ങുന്നു ഗൈസ്. ഞങ്ങളിത് റിസോർട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ റിസപ്ഷനിൽ വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ റൂമൊക്കെ ഒന്ന് സെറ്റാക്കാൻ വെയിറ്റിംഗ് ആണ് കേട്ടോ. അങ്ങനെ നമുക്കൊരു അരിഷ്ടം, നെല്ലിക്കരിഷ്ടം കേട്ടോ, ഒരു വെൽക്കം ഡ്രിങ്ക് പോലെ തന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ അതെല്ലാം കുടിച്ചത് യാറ ഫുൾ ഓണായിട്ടിരിക്കുകയായിരുന്നു. അവൾക്ക് ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റ് ഇട്ടത്. ഏത് സ്ഥലം, ചെറിയ രീതിയിൽ തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. കൊള്ളായിരുന്നു, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ ഇതാണ് ഞങ്ങളുടെ റിസോർട്ടിൻ്റെ സ്ഥലമൊക്കെ. എനിക്ക് ആ ഊഞ്ഞാൽ കണ്ട പഠനത്തിൽ ഇങ്ങനെയും കയറണം എന്നുള്ള മൈൻഡ്. ഇങ്ങനെ റൂമിൽ ചെന്നിട്ട് സെറ്റാക്കാം വൈബിലിരിക്കുക കേട്ടോ. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ റൂം വരുന്നത്. ഇവിടെ ആയിട്ട് ഞങ്ങൾ റൂമിലോട്ട് പോകും. ഇതാണ് മുകളിലാട്ടോ ഞങ്ങളുടെ റൂം വരുന്നത്. അപ്പോൾ ഞങ്ങളിത് റൂമിലോട്ട് കയറിയതാണ് ഗൈസ് ഞങ്ങളുടെ റൂം. നല്ല റൂമായിരുന്നു കേട്ടോ, നല്ല ആംബിയൻസും ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം അടിപൊളിയായിരുന്നു. നല്ല ബാൽക്കണി, നല്ല വ്യൂ ഉണ്ട്, കാണാനും നല്ല വ്യൂസും കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഒരു വില്ല പോലത്തെ സെറ്റപ്പ് ആയിട്ടുള്ളത്. ഫുൾ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവിടെ.
റിസോർട്ട് ഫുൾ ആളായിരുന്നു. ഈ ന്യൂ ഇയർ ഒക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ മോളെ അതിൽ സെറ്റ് ചെയ്തിട്ട് ഞാൻ നേരെ കാഴ്ചോട്ടിറങ്ങി. ഇങ്ങോട്ട് കാണിച്ചേ. ഇങ്ങോട്ട് കാണിച്ചേ. യാറായിട്ട് കുറച്ചു നേരം കളിച്ചു. അങ്ങനെ ഞങ്ങൾ ഫ്രഷപ്പ് ഒക്കെ ആയി ഞങ്ങളൊന്ന് റിസോർട്ടിന്റെ പുറത്തിറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാന്നുള്ള വൈബില് ഞങ്ങളിതേ ഇങ്ങനെ പുറത്തോട്ടേക്ക് ഇറങ്ങുമായിരുന്നു. പുറത്തിറങ്ങാൻ മെയിൻ ഒരു കാര്യമുണ്ട്, ഞങ്ങളെ വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ള സ്റ്റിക്ക് കാറിലായി പോയി, അത് എടുക്കാൻ മറന്നുപോയി. ഞങ്ങൾ പുറത്തോട്ട് പോകണം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇവിടെ കുറെ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ പൂളിന്റെ അങ്ങോട്ടേക്ക് ഒന്ന് പോകണമെന്നുണ്ട്. പിന്നെ അതല്ലാതെ ഇവിടെ ന്യൂ ഇയറിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഡാല ഡിന്നർ, അതേപോലെ തന്നെ കുറച്ച് ഫംഗ്ഷൻ അങ്ങനെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അങ്ങനെ ഞങ്ങളിത് ഇവിടുന്ന് ഞങ്ങളുടെ റൂമിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങുന്ന സ്ഥലമാണിത്. അങ്ങനെ ഞങ്ങളിത് താഴത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പം ഉള്ള ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ടോ. നമുക്ക് നടക്കാനും കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പൂള് വരുന്നത് ബാക്ക് സൈഡിലോട്ട് അങ്ങോട്ട് പോകണം ഗൈസ്. അങ്ങനെ സെഫി കുട്ടീനെ കങ്കാരു ബാഗിൽ മെയിനായിട്ട് ഇട്ട ആളെന്ന് പറയാൻ ആൾക്ക് വേണ്ടിയുള്ള യാത്ര. ഫസ്റ്റ് ട്രിപ്പ് ആളുടെ ന്യൂ ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുമായിട്ട് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ള വൈബില്ല. അതേ നമ്മുടെ കാറാണ് അവിടെ കിടക്കുന്നത്. അങ്ങനെ കാറിന്റെ അങ്ങോട്ടേക്ക് പോയിട്ട് വേണം നമ്മളെ സ്റ്റിക്ക് അതിൽ നിന്ന് എടുക്കാൻ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുകയാണ്. അതിന്റെ ഇടയ്ക്ക് അതിന്റെ ഏറ്റവും വലിയ ഇതെന്ന് പറയുമ്പോൾ ആൾ ഉറങ്ങിപ്പോയി, അവിടെ വെച്ച് ഉറങ്ങിപ്പോയി. എൻജോയ് ചെയ്യേണ്ട ആൾ ഉറങ്ങിപ്പോയി. ഇത് സ്റ്റിക്ക് എടുത്ത് ഞാൻ ഇങ്ങോട്ട് കയറിട്ടോ. ഞാൻ സ്റ്റിക്ക് എടുത്ത് കയറി നേരത്തെ വീണ്ടും അതി വന്നിരുന്നു. എനിക്ക് എങ്ങനെയല്ല ആടി കളിക്കണം. പക്ഷെ ഇനി ഞങ്ങൾ പിന്നെ ഞങ്ങൾ എന്തോ ചെയ്താ സ്റ്റിക്കിനകത്തോട്ട് നേരെ മൊബൈൽ അങ്ങ് വെച്ച് വീഡിയോ എടുക്കാനുള്ള വൈബായി. അങ്ങനെ ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് അടുത്ത് നടന്ന് ഞങ്ങളുടെ പൂളിന്റെ ആ ഭാവമൊക്കെ ഒന്ന് കാണാന്നുള്ള വൈബ് വന്നേ. പക്ഷെ ഞങ്ങൾക്ക് എന്ത് പറ്റി, അവിടെ ഒന്ന് ഫുൾ ക്രൗഡായിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ട് ഫാമിലിയൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ ഓർത്തൊന്ന് റൂമിലോട്ട് ചെന്നിട്ട് പതുക്കെ ഒന്ന് പൂളിലോട്ടൊക്കെ പോകാന്നുള്ളൊരു വൈബിൽ തിരിച്ച് റൂമിലോട്ട് വരുക. അപ്പോൾ എന്തോ യാറയുണ്ട്, യാറ എന്തായാലും ഉറങ്ങിപ്പോയി. അപ്പോൾ യാറേനെ ഒന്ന് ഇതാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. യാറേനെ ഒന്ന് കിടത്തി സെറ്റാക്കി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ വേറെ കുഴപ്പമില്ല. അങ്ങനെ യാറ റൂമിൽ വന്നപ്പോൾ ഉണന്ന് രണ്ടാമത് പിന്നെ യാറനെ കിടത്തിയിട്ട് ഞങ്ങൾ റൂമിൽ നിന്ന് പൂളിലേക്ക് എത്തി. അങ്ങനെ അതേ പൂളിൽ നിന്നുള്ള ഞങ്ങളെ കളിയും ചിരിയും അങ്ങനെയൊക്കെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങളിതേ റൂമിലോട്ട് പോയി. ഇനി ഞങ്ങളെ കുറച്ച് പട്ടി ഷോ ആണ്. ന്യൂ ഇയറിന് വേണ്ടിയുള്ള ഞങ്ങൾ ഡ്രസ്സൊക്കെ ഞങ്ങൾ പിന്നെയും ഫ്രഷപ്പ് ആയി ഒന്നും കൂടെ ഡ്രസ്സൊക്കെ ഇട്ടു. ഞങ്ങളങ്ങനെ അതേ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോകുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ഡാല ഡിന്നറുണ്ട്, ന്യൂ ഇയർ സ്പെഷ്യൽ ഡിന്നറാണ്. അങ്ങനെ അതേ അതിൻ്റെ കുറേ ഐറ്റംസ് വീഡിയോസ് കൊച്ചൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കറക്റ്റ് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങളതേ ഫുഡൊക്കെ കുറേ എടുത്തോണ്ട് വന്നു. കൊച്ചിനെ അവിടെ കിടത്തി, അവളാണെങ്കിൽ ഉറങ്ങിയിട്ടുമില്ല. ഞങ്ങളിങ്ങനെ നോക്കി അവള് കൈയൊക്കെ ഇട്ട് എന്താ പറയാ കൈയിട്ട് വാരണം അയിലൊക്കെ പരിപാടിയായിരുന്നു. ഞങ്ങൾ പിന്നെ അവളുമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഫുള്ള് ആഘോഷവും കാര്യങ്ങളായിരുന്നു. പിന്നെ അവിടെ ക്യാമ്പ് ഫയർ അവിടെ കുറെ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് കഴിക്കാനും കുറെ പാർട്ടി കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ക്യാമ്പ് ഫയർ ഉണ്ട്, ആ ഭാഗത്തോട്ട് പോകുമ്പോൾ കുറെ പേര് ഫാമിലീസ് ആയിട്ട് വന്നവരും എല്ലാവരും ഒക്കെ ഉണ്ട്. അവരവിടെ കുറെ ആഘോഷവും കാര്യങ്ങളും അവരുടേതായിട്ടുള്ള വൈബും കാര്യങ്ങളുമാണ്. അപ്പം ഞങ്ങൾ എന്ത് കൊച്ചുമായിട്ട് ജസ്റ്റ് ഒന്ന് റൂമിലോട്ട് വരുമ്പോൾ ഏകദേശം ഒരു ന്യൂ ഇയറിന്റെ സമയം എത്തി. റമോളാണെങ്കിൽ ആകെ പേടിച്ചിരിക്കട്ടോ. എനിക്ക് ആ സൗണ്ട് ഒക്കെ കേട്ടിട്ട് ഞാൻ എങ്ങനെയൊക്കെ മാക്സിമം ചിരിപ്പിക്കാൻ ഒരു വൈബായിരുന്നു. കാരണം ന്യൂ ഇയറിന് ഞങ്ങൾ അങ്ങനെ ബീച്ചിലൊക്കെ പോയി കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി എടുത്ത് അവിടുത്തെ ആ ഒരു പരിപാടിയും കാര്യങ്ങളും നല്ലൊരു വൈബായിരുന്നു. അങ്ങനെ ന്യൂ ഇയറിന്റെ ആ ഒരു വൈബ് ഞങ്ങൾക്ക് കിട്ടി. അതാണ് മെയിനായിട്ട് ഞങ്ങൾ കൊച്ചുമായിട്ട് വന്നതിന്റെ ഉദ്ദേശം തന്നെ. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഊനാലിൽ പോയി അങ്ങനെ ഇരുന്ന ആള്. ബീവിക്കാണെങ്കിൽ ഈ ഊനാൽ എന്ന് പറഞ്ഞ സാധനം വന്നപ്പോൾ തൊട്ട് അതിനകത്ത് തന്നെയാണ് ആള്. എനിക്ക് എങ്ങനെയെങ്കിലും അതിൽ കയറുന്നത് ഇരിക്കണം. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഡാൻസും പാട്ടൊക്കെ അങ്ങനെ ഞങ്ങൾ രാവിലെ
രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഇതേ 6 ഞങ്ങൾ വീണ്ടും റെഡി പോവാ. ആയിട്ട് അവിടെ ചെന്നപ്പോൾ അവിടെ ഇതേപോലെ തന്നെ കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി ഗൈസ്. എന്നാൽ അവള് ഓക്കെ ആയിരിക്കും, അവൾക്ക് പാലൊക്കെ കൊടുത്തു, ആള് റിലാക്സ് ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് തിരിച്ചിറങ്ങാൻ കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ ഗൈസ്. അവിടുത്തെ ന്യൂ ഇയറും അവിടെ ന്യൂ എല്ലാം ഓക്കെ ആയിരുന്നു. അവിടെ കുറെ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പറ്റിയില്ല. കൊച്ചിനെ ഫുള്ള് മാനേജ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇനി കുറച്ച് അവിടുത്തെ കുറെ കാര്യങ്ങൾ കാണാനുണ്ട്. ഈ വാഗമൺ ഫുള്ളൊന്ന് കാണണം, കുറെ സ്ഥലങ്ങളിൽ പോകാനുണ്ട്. അതൊക്കെ ഞങ്ങൾ ഷോർട്സ് വീഡിയോ ആയിട്ടാണ് ഇടുന്നത്. ബ്ലോഗ് ന്യൂ ഇയറിന് വന്ന റിസോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ബ്ലോഗായിരുന്നു. അപ്പം ഞങ്ങൾ ഈ വീഡിയോ ഇട്ടതിൽ എന്തെങ്കിലും പോരായ്മയോ അല്ലെങ്കിൽ ഇട്ടതിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കമന്റിൽ കൂടെ അറിയിക്കുക. അപ്പോൾ ഞങ്ങൾ അത് പരിഹരിച്ച് അടുത്ത വീഡിയോയിലോട്ട് സെറ്റ് ആക്കുന്നതാണ്. ഞങ്ങൾ റിട്ടേൺ പോകുന്ന ഒരു വരുന്ന വഴി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്ന അറിയില്ല, അവിടെ നമ്മൾ ഈ തേയിലേക്ക് മേടിക്കാൻ പറ്റിയൊരു ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു. ആ ഔട്ട്ലെറ്റിന്റെ അവിടം വരെയാണ് ഞങ്ങൾ വീഡിയോ ഒരു ബ്ലോഗാക്കി എടുത്തിരിക്കുന്നത്. അവിടെ തൊട്ട് അങ്ങോട്ട് ഷോർട്സിന് വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.